ഇന്നലെ മുതൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ വളരെ ശക്തമായ മഴയും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലും ഒറ്റപ്പെട്ട കനത്തതുമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇടുക്കിയിൽ 3 ഇടങ്ങളിൽ, ഒരിടത്ത് ഉരുൾപൊട്ടലും 2 ഇടത്ത് മണ്ണിടിച്ചിലും, അതുപോലെ തന്നെ കോട്ടയത്തും വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്ന ഉൾപ്പെടെയുള്ള ചെറിയ രീതിയിലും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ വലിയ രീതിയിൽ നദികളിൽ വെള്ളം നിറയുന്ന സാഹചര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോട്ടയത്തും ഇടുക്കിയിലുമായി 4 പേരെയായിരുന്നു ഈ മണ്ണിടിച്ചിലിൽ കാണാതായിരുന്നത്. അത് 3 പേരുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്, ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കടൽ ക്ഷോഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 പേരെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ശക്തമായ മഴയാണ് പല ഭാഗങ്ങളും, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വലിയ മഴയാണ് ഈ ജില്ലകളിലൊക്കെ തന്നെ ലഭിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ വലിയ രീതിയിലുള്ള അളവിലുള്ള മഴയാണ് പലയിടത്തും, പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം ഭാഗങ്ങളിൽ ലഭിച്ചത്. റാന്നി, നേര്യമംഗലം അല്ലെങ്കിൽ 200 mm മഴ റിപ്പോർട്ട് ചെയ്തത്. 200 mm മുകളിൽ 357 വരെ അത്തിക്കയം, വടശ്ശേരിക്കര, അതുപോലെ തന്നെ തെക്കേക്കര ടൗൺ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മഴയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വീടുകൾ ചില സ്ഥലങ്ങളിലൊക്കെ തകർന്നായിട്ട് റിപ്പോർട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും രാത്രി 2 മണിക്ക് 3 മണിക്ക് ഇടയിലാണ്, 2:30ക്കും 3 മണിക്ക് ഇടയിലാണ് ഇടുക്കി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും പോലീസും നാട്ടുകാരും ഒക്കെ തന്നെ സംഭവ സ്ഥലത്തെത്തി എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. വെള്ളം കയറിയടുത്തൊക്കെ ഫയർഫോഴ്സിൻ്റെ ബോട്ടുകൾ, പത്തനംതിട്ടയിൽ അല്ലാത്തിടത്ത് കൊല്ലത്തുനിന്ന് പ്രത്യേക ബോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ട സംവിധാനങ്ങളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നിയന്ത്രണ വിധേയമാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ സാധാരണ ഇത്തരം പ്രതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നേരിടുന്ന രീതിയിൽ തന്നെ ശക്തമായ നടപടികൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. എല്ലായിടത്തും സുരക്ഷാ സംവിധാനം നല്ല രീതിയിൽ നടക്കുന്നു. ജില്ലയിൽ പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഇതിനകം ക്യാമ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും ആവശ്യമായ സ്ഥലങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥാ പ്രവചനം എന്ന് പറയുന്നത് ഇനി മുതൽ ഇന്ന് താരതമ്യേന തെക്കൻ ജില്ലകളിൽ മഴ കുറയാനാണ് സാധ്യത. 12 മണിയോടുകൂടി മഴയുടെ ശക്തി കുറയുമെന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട്. അങ്ങനെ വന്നാൽ പോലും മുന്നൊരുക്കം എന്നുള്ള നിലയ്ക്ക് അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കുവാനും ക്യാമ്പുകളിലേക്ക് മാറ്റുവാനുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കി, കോട്ടയം സ്ഥലങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അനൂപ് ജേക്കബ്, സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബ് അതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹത്തെ വിളിച്ച് ഈ സ്ഥലങ്ങളിലൊക്കെ പോകുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ എല്ലാ കാര്യങ്ങളും, നമുക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഫോഴ്സിന് ഉൾപ്പെടെ കോട്ടയം ജില്ലയിൽ NDRFൻ്റെ ഫോഴ്സ് വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് മുഖ്യമന്ത്രി നേരിട്ട് ഫോഴ്സ് അയച്ചു കൊടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുവെ എല്ലായിടത്തും വളരെ മഴയുടെ തോത് കുറയുന്നതാണെങ്കിൽ പോലും ശക്തമായ രീതിയിൽ തന്നെ മുന്നൊരുക്കങ്ങളും അപകടങ്ങൾ കുറയ്ക്കാനുള്ള നിർദ്ദേശവും തെക്കൻ ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ വടക്കൻ മേഖലയിലായിരിക്കും മഴ എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട്, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ വയനാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ജില്ലകളിലൊക്കെ തന്നെ രാവിലെ 7 മണി മുതൽ തന്നെ റെഡ് അലർട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 10-10:30 വരെയാണ് റെഡ് അലർട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള സമയങ്ങളിലും മഴ ഇടവിട്ടുള്ള മഴ ഉണ്ടാകുന്നത് മാത്രമല്ല 50 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റുകൂടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് പ്രവചനമുള്ളത്. അപ്പോൾ അതിനൊക്കെ മുൻകൂട്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എല്ലായിടത്തും നടത്തിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് തന്നെ 5 ദിവസം മഴ ഉണ്ടാകുമെന്നുള്ള
വിവരം ലഭ്യമായതിനെ തുടർന്ന് ജില്ലാ കളക്ടേഴ്സിൻ്റെ മീറ്റിംഗ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ റവന്യൂ സെക്രട്ടറി നേരിട്ട് തന്നെ വിളിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള ജില്ലകളിലെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഇന്ന് 11 മണിക്ക് ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ മീറ്റിംഗ് ഇന്നും വിളിച്ചിട്ടുണ്ട്. പൊതുവെ മഴ ശക്തമായതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒറ്റപ്പെട്ടതാണെങ്കിലും ഈ അപകടങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഗവൺമെൻറ് കാണുകയാണ്. കൂടുതൽ അപകടങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും ചില രീതിയിലുള്ള മണ്ണിടിച്ചിൽ, ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും റോഡിലേക്ക് വീണ് ഗതാഗത തടസ്സം വരെ ഉണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്ത് നമ്മൾ കോടൂർ നൂറാടി പാലത്തിനടുത്ത് തന്നെ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അത് നീക്കം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും ഗതാഗതക്കുരുക്കാണ് വളരെ പല ഭാഗങ്ങളും ഉണ്ടായത്. അത് വളരെ പെട്ടെന്ന് തന്നെ ഗതാഗത കുരുക്ക് മാറ്റുന്നതിന് വേണ്ടി, തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടി റോഡിലേക്ക് വന്ന മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പൊതുവെ മഴ വളരെ ശക്തമായ രീതിയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രയാസങ്ങൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, മഴ 5 ദിവസം തുടർച്ചയായ മഴ കേരളത്തിലുണ്ടാകും എന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും റിപ്പോർട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുമ്പ് തന്നെ ജില്ലാ കളക്ടർമാരുടെ യോഗം, ഓൺലൈൻ മീറ്റിംഗ് ചേർന്നിരുന്നു. റവന്യൂ സെക്രട്ടറി ഉൾപ്പെടെ അതിൽ പങ്കെടുത്തിരുന്നു. എല്ലാവർക്കും മഴയുടെ സാധ്യതയും മുന്നൊരുക്കങ്ങളും നടത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. സ്വാഭാവികമായും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് യോഗങ്ങൾ നേരത്തെ മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്തിരുന്നു. അതിൻ്റെ ഭാഗമായി മഴയുടെ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാ രീതിയിലുമുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തിയിരുന്നു. എങ്കിൽ പോലും ഈ 5 ദിവസം മഴ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും യോഗം ചേർന്ന് എല്ലാ ജില്ലാ കളക്ടേഴ്സിനും വിവരം നൽകിയിരുന്നു. ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള നിർദ്ദേശം തഹസിൽദാർമാർക്ക് നൽകിയിരുന്നു. വില്ലേജ് ഓഫീസർമാർക്ക് അതുമായി ബന്ധപ്പെട്ട് ഏത് സമയത്തും ക്യാമ്പ് ആരംഭിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ, മഴ തുടങ്ങിയ മുതൽ തന്നെ ക്യാമ്പുകൾ പെട്ടെന്ന് നമുക്ക് പത്തനംതിട്ടയും കോട്ടയത്തും ഇടുക്കിയും ആലപ്പുഴയും ഉൾപ്പെടെ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞത് അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ നടത്തിയതുകൊണ്ടാണ്. ഇന്നും നമ്മൾ ആ രീതിയിൽ കാര്യങ്ങൾ, എവിടെയാണോ ക്യാമ്പുകൾ ആവശ്യമുള്ളത്, എവിടെയാണോ ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടത്, അവരെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്, നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇല്ല, ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തത് ഇടുക്കിയിലെ 2 കേസുകളായിരുന്നു. ഇടുക്കിയിലെ 2 ഇടങ്ങളിലായിട്ടുള്ള 2 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ ഒന്ന്, ആ 2 കേസും നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞു. അവർ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് സുമതി 65 വയസ്സ്, കൊടിയത്തൂർ വില്ലേജാണ്, അടൂർ മലയിലാണ് മണ്ണിടിച്ചിലുണ്ടായിട്ട് അവർ മരണപ്പെട്ടത്. 65 വയസ്സ്. പിന്നീട് പീരുമേടാണ്, കോലാലമേട്ടിൽ പീരുമേട് 77 വയസ്സ് പ്രഭാകരൻ, അതുപോലെ തന്നെ മണ്ണിടിഞ്ഞ് വീണ് മരണപ്പെട്ടത്. അതുപോലെ കോട്ടയം ജില്ലയിലും ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് സുമതിയുടെ സ്ഥലം കൊടിയത്തൂർ വില്ലേജിൽ അടൂർ മല, ഇടുക്കി ജില്ല. നമ്മളെ പ്രഭാകരൻ പീരുമേട്, കോലാൽമേട് 77 വയസ്സ്. കോട്ടയത്ത് 2 പേരാണ് നമുക്ക് മിസ്സിങ് ആയിരുന്നത്. അത് ഒന്ന് ജോസഫൻ ജോണി, ഒന്ന് റജീന ജോണി. അത് 2 പേര്, ഒരാളുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. റജീന ജോണിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കോട്ടയത്ത് സ്ഥലം വ്യക്തമായിട്ട് പറയാം. ഈ 2 പേര്, റജീന ജോണിയുടെ ഇതാണ് ഇനി കിട്ടാനുള്ളത്. റജീന ജോണി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ഈ ജില്ലകളിലാണ് നമ്മൾ 150 മുതൽ 250 mm മഴ വരെ നമ്മൾ ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ. വയനാട് ഇതുവരെ പുതിയതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് മഴ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ സമയത്തെ മണ്ണിടിച്ചിലിന് ശേഷം ഞാൻ മിനിഞ്ഞാന്ന് അവിടെ പോയിരുന്നു.
അപ്പോൾ അതുകൊണ്ട് എല്ലാ രീതിയിലും എവിടെയെങ്കിലും അപകട സാധ്യത ഉണ്ടെങ്കിൽ അവിടെ മുഴുവൻ ഷിഫ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മഴ കനക്കുകയാണെങ്കിൽ നിർബന്ധമായും മാറ്റി പാർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകട സാധ്യത നിലവിൽ ഒട്ടനവധി ജില്ലകളിൽ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇടുക്കിയിൽ തുടങ്ങിയിട്ടുണ്ട്, തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട്, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ഈ 4 ജില്ലകളിലും ഇപ്പോൾ ക്യാമ്പുകൾ ആരംഭിച്ചതിൻ്റെ റിപ്പോർട്ടുണ്ട്. കോട്ടയത്ത് ഏതാണ്ട് 6 ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ആലപ്പുഴയിൽ കൂടുതൽ ക്യാമ്പുകൾ വേണ്ടി വരുമെന്ന് രാവിലെ കളക്ടർ സൂചിപ്പിച്ചിരുന്നു. കാരണം ഈ 2 പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ കോട്ടയത്ത് മഴ വന്നു കഴിഞ്ഞാൽ ആ വെള്ളം ഒഴുകി ഇറങ്ങുന്ന പലപ്പോഴും ആലപ്പുഴയിലേക്കാണ്. അതുകൊണ്ട് ആലപ്പുഴയിൽ അതുമായി ബന്ധപ്പെട്ട് വെള്ളപ്പൊക്കത്തിന് സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ നിലവിലൊന്നുമില്ല, എവിടെയും പാനിക്കാവേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ നമ്മളെല്ലാ കാര്യങ്ങളും പഴയ കാലത്ത് വ്യത്യസ്തമായി ചെറിയ മഴയാണെങ്കിൽ പോലും അതീവ ഗൗരവമായിട്ട് അതിനെ എടുക്കുകയും പരമാവധി അപകടങ്ങൾ കുറയ്ക്കാനും ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതല്ലാതെ അങ്ങനെ വലിയ രീതിയിൽ പാനിക്കാവേണ്ട സാഹചര്യം എവിടെയും ഇല്ല. ഡാമുകളുടെ സ്ഥിതി 10 സ്ഥലത്താണ് അല്പെങ്കിലും ഇതുള്ളത്. നിലവിൽ 10 ഡാമുകളാണ് തുറന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് അരുവിക്കര, പത്തനംതിട്ട മൂഴിയാറ്, ഇടുക്കി മലങ്കര ലോവർ പെരിയാർ കല്ലാർകുട്ടി, എറണാകുളത്ത് ഭൂതത്താൻകെട്ട്, തൃശ്ശൂരിൽ പൂമല, പാലക്കാട് മംഗലം ഡാം, വയനാട് കാരാപ്പുഴ, കണ്ണൂർ പഴശ്ശി. ഇന്ന് തുറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് 10 ഇത് നിലവിൽ തുറന്നിട്ടുണ്ട്. ഇനി തുറക്കാൻ തീരുമാനിച്ചിട്ടുള്ള നെയ്യാർ ഡാമും അതുപോലെ തന്നെ മംഗലം ഡാമും തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ തോതനുസരിച്ച് അത് തുറക്കും. ഇത് രണ്ടാണുള്ളത്. പിന്നെ പൊന്മുടി റോഡിലും അതുപോലെ തന്നെ കല്ലാർ, മങ്കയം ഇക്കോ ടൂറിസം സെൻ്ററുകളും താൽക്കാലികമായിട്ട് അടയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DFO അത് ആ ഏരിയ ഫോറസ്റ്റിൻ്റെ കീഴിലുള്ളതാണ്, ആ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എങ്ങനെ എവിടെ ഇല്ല, നമ്മൾ ആ റോഡിലേക്ക് നമ്മൾ നിയന്ത്രണം കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ചൂരൽമല ഭാഗങ്ങളിലേക്ക് നിയന്ത്രണം, പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് അവിടുന്ന് അങ്ങോട്ടാണ് ചൂരൽമല, അതുപോലെ മുണ്ടക്കൈ, ഒരുപാട് 2-3 വാർഡുകൾ പ്രദേശങ്ങളുണ്ട്. അവിടേക്കുള്ള റൂട്ടിനകത്ത് നമ്മൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന് റിപ്പോർട്ട് വരുന്നേ ഉള്ളൂ. ഇത് റിപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം നമ്മളിത് കൊടുക്കുന്നത് റോഡ് ഗതാഗതം, പിന്നെ മണ്ണിടിഞ്ഞ് വീണെടുത്തൊക്കെ റോഡ് ഗതാഗതം പെട്ടെന്ന് ശരിയാക്കുന്നതിനും അതുപോലെ മണ്ണിടിച്ചലിൽ കാണാതെ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. 3 പേരെ കണ്ടെത്തി, ഒരാളും കണ്ടെത്താൻ. എല്ലാ കാര്യങ്ങളിലും അതിനൊക്കെ സിസ്റ്റം എല്ലായിടത്തും ഉണ്ട്. നമ്മളെല്ലാ പഞ്ചായത്തിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ആളുകളും അതുപോലെ റവന്യൂവിൻ്റെ ആളുകളൊക്കെ വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. പോലീസും ഫയർഫോഴ്സും NDRFൻ്റെ പുതിയ ടീം കോട്ടയത്തേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി അങ്ങോട്ട് NDRF ടീമിന് അയക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണോ ആവശ്യമായ കാര്യങ്ങൾ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ കളക്ടർമാരോട് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളുടെ അഭാവം കൊണ്ട് സുരക്ഷാ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങളുണ്ട്, ഓരോ കുഴപ്പമുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ല, ക്യാമ്പ് ലിസ്റ്റ് വരുന്നേ ഉള്ളൂ. ക്യാമ്പ് ഇതിനകം കോട്ടയത്ത്, ഇടുക്കിയിലും ആലപ്പുഴയിലും ക്യാമ്പുകൾ ആരംഭിച്ചു. അതുപോലെ പത്തനംതിട്ടയിലും ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് പൂർണ്ണമായ കണക്ക് ഒരു 10 മണിക്ക് ശേഷം 11 മണിയോടുകൂടി മുഴുവൻ കണക്ക് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആവശ്യമായ സ്ഥലങ്ങളിലൊക്കെ ക്യാമ്പ് ആരംഭിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.